വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ഒ.പി. ബഹിഷ്കരണ സമരം രോഗികളെ വലച്ചു. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് ഒ.പി. ബഹിഷ്കരണ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 9 മുതൽ ശസ്ത്രക്രിയകളും മറ്റു ചികിത്സകളും നിർത്തിവെക്കുമെന്നും 11 മുതൽ പരീക്ഷാ ജോലികൾ ബഹിഷ്കരിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. ഹൗസ് സർജന്മാരും കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരും ഒ.പിയിൽ പരിശോധന നടത്തിയിരുന്നു. എങ്കിലും മുതിർന്ന ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഒ.പി ടിക്കറ്റ് എടുത്ത ശേഷം രോഗികൾ പലരും മടങ്ങിയെന്ന് ഇ-ഹെൽത്ത് പോർട്ടലിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഏറെ നാളായി സമരരംഗത്താണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ മുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. ഒ.പിയും അടിയന്തര ചികിത്സയും ശസ്ത്രക്രിയയും ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിച്ചായിരുന്നു ഇതുവരെ സമരം. ഇന്നലെ മുതൽ ഒ.പി ബഹിഷ്കരണം ആരംഭിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 9 മുതൽ ശസ്ത്രക്രിയകളും മറ്റു ചികിത്സകളും നിർത്തിവെക്കുമെന്നും 11 മുതൽ പരീക്ഷാ ജോലികൾ ബഹിഷ്കരിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. എൻട്രി കേഡർ ശമ്പളത്തിലെ ഇടിവ്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, പെൻഷൻ സീലിംഗ്, നിയമനമില്ലാതെ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നത്, NMC അംഗീകാരം നേടുന്നതിനായി ഡോക്ടർമാരെ കോളേജുകൾക്കിടയിൽ മാറ്റി നിയമിക്കുന്നതിലൂടെ പഴയ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം തകരുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് KGMCTAയുടെ സമരം. മീഡിയ ടൈം, കൊച്ചി.